10 വർഷത്തിനുള്ളിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഈ പണത്തിന് 0 രൂപയുടെ പോലും മൂല്യമുണ്ടാകില്ലെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പറഞ്ഞാൽ അതിനെ നമ്മൾ തള്ളിക്കളയണോ അതോ വിശ്വസിക്കണോ? ഇത് ഏതെങ്കിലും സയൻസ് ഫിക്ഷൻ സിനിമയിലെ ഡയലോഗ് അല്ല. ലോക കോടീശ്വരനായ ഇലോൺ മസ്ക് അടുത്തിടെ നടത്തിയ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹ്യൂമനോയിഡ് റോബോട്ടുകളും ചേർന്ന് മനുഷ്യന്റെ സകല തൊഴിലുകളും ഏറ്റെടുക്കുമ്പോൾ പണം എന്ന വ്യവസ്ഥിതി തന്നെ അനാവശ്യമാകുമെന്നും ജോലി എടുക്കൽ എന്നത് വെറും ഒരു വിനോദം മാത്രമായി മാറുമെന്നും മസ്ക് അവകാശപ്പെടുന്നു. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ തന്നെ പണം ഇല്ലാതാകുമെന്ന് പ്രവചിക്കുമ്പോൾ അതിനു പിന്നിൽ നമ്മൾ കാണാത്ത ഏത് വലിയ കളിയാണുള്ളത്? സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ഒരു പുതിയ യുഗമാണോ അതോ കോർപ്പറേറ്റ് നിയന്ത്രണത്തിന്റെ യോഗമാണോ വരാനിരിക്കുന്നത്? ഈ വീഡിയോയുടെ അവസാനം മസ്ക് കെട്ടിപ്പടുക്കുന്ന ഈ പുതിയ സാമ്രാജ്യത്തിൽ സാധാരണക്കാരായ നമ്മൾ എവിടെ നിൽക്കുമെന്ന് ആരും പറയാത്ത ആ സത്യം പുറത്തു വരും. ആരാണ് ശരിക്കും ഇലോൺ മസ്ക്? വെറും ഒരു ടെക് കോടീശ്വരൻ മാത്രമാണോ അയാൾ? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലെത്തി പേപാലിലൂടെ കോടികൾ ഉണ്ടാക്കി അതിനുശേഷമുള്ള സകല സമ്പാദ്യവും സ്പേസ് എക്സിലും ടെസ്ലയിലും നിക്ഷേപിച്ച് കടക്കണിയിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയ കഥ നമുക്കെല്ലാം അറിയാം. എന്നാൽ പലരും കരുതുന്നത് പോലെ കാർ ഉണ്ടാക്കി വിൽക്കുന്നതോ ചൊവ്വയിലേക്ക് റോക്കറ്റ് അയക്കുന്നതോ അല്ല ഇലോൺ മസ്കിന്റെ അന്തിമ ലക്ഷ്യം. അയാളുടെ ഓരോ കമ്പനിയും ടെസ്ല, സ്പേസ് എക്സ്, ന്യൂറാലിങ്ക്, സ്റ്റാർലിങ്ക്, XAI പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പസിലിന്റെ കഷ്ണങ്ങൾ മാത്രമാണ്. മസ്കിന്റെ അന്തിമ ലക്ഷ്യം കേവലം പണം സമ്പാദിക്കലല്ല, മറിച്ച് ഭാവിയിൽ മനുഷ്യൻ ജീവിക്കാൻ പോകുന്ന സാങ്കേതികവും സാമ്പത്തികവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും സ്വന്തമാക്കുക എന്നതാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ തൊഴിലും പണവും അപ്രസക്തമാകുന്ന ഒരു ഭാവി അയാൾ മുൻകൂട്ടി കാണുന്നത്. മസ്കിന്റെ വാക്കുകളിൽ നിർമ്മിത ബുദ്ധിയും റോബോട്ടുകളും ചേർന്ന് മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും ആവശ്യത്തിലധികം നിർമ്മിച്ചു നൽകുമ്പോൾ പണത്തിന്റെ ആവശ്യം തന്നെ അപ്രത്യക്ഷമാകും. പക്ഷെ ഇത് കേവലം ഒരു പ്രവചനമാണോ അതോ പണത്തിനപ്പുറമുള്ള സാങ്കേതിക അധികാരം കൈക്കലാക്കാനുള്ള തന്ത്രമാണോ? പണമില്ലാതെ എങ്ങനെ ഒരു ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയും? ഈ ചോദ്യത്തിന് ഇലോൺ മസ്കിന് വളരെ ലളിതമായ ഒരു ഉത്തരമുണ്ട്. നമുക്ക് എന്തിനാണ് പണം വേണ്ടത്? ഭക്ഷണം, പാർപ്പിടം, ഗതാഗതം, വിനോദം എന്നീ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനല്ലേ? മസ്കിന്റെ തിയറി അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹ്യൂമനോയിഡ് റോബോട്ടുകളും ചേർന്ന് മനുഷ്യന് ആവശ്യമുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഈ ക്ഷാമം എന്ന വാക്ക് തന്നെ അപ്രത്യക്ഷമാകും. ഇവിടെയാണ് മസ്ക് യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്ന പുതിയ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുവരെ ലോകം ചർച്ച ചെയ്തിരുന്നത് ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തുക നൽകുന്ന യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന ആശയമായിരുന്നു. എന്നാൽ മസ്ക് പറയുന്നത് വിപ്ലവം വരുന്നതോടെ സാമ്പത്തിക വ്യവസ്ഥയിൽ പണപ്പെരുപ്പമല്ല, മറിച്ച് ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഇടിയുന്ന ഡീഫ്ലേഷൻ ആണ് സംഭവിക്കുക. ഇതൊരു കേവലം തിയറി മാത്രമല്ല. ടെസ്ല, ഒപ്റ്റിമസ് റോബോട്ടുകൾ വിപണിയിൽ എത്തുന്നതോടെ ഒരു മനുഷ്യൻ 8 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി 24 മണിക്കൂറും വിശ്രമമില്ലാതെ ചെയ്യാൻ ഈ യന്ത്രങ്ങൾക്ക് കഴിയും. നിർമ്മാണ ചെലവ് 0 അടുക്കുമ്പോൾ അരിയും പച്ചക്കറിയും മുതൽ ഇലക്ട്രിക് കാറുകൾ വരെയുള്ള സകല സാധനങ്ങളുടെയും വില തുച്ഛമായ തുകയിലേക്ക് കൂപ്പുകുത്തും. മസ്കിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഭാവിയിൽ ജോലി ചെയ്യുക എന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായിരിക്കില്ല. നിങ്ങളെ വീട്ടിലെ തോട്ടത്തിൽ പണിയെടുക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു വിനോദം മാത്രമായി മാറും. ദാരിദ്ര്യമില്ലാത്ത എല്ലാവർക്കും ഉയർന്ന ജീവിത നിലവാരമുള്ള ഒരു ലോകം കേൾക്കാൻ എത്ര മനോഹരമായ സ്വപ്നമല്ലേ? പക്ഷേ ഈ മനോഹരമായ ചിത്രത്തിന് പിന്നിൽ വലിയൊരു പൊരുത്തക്കേടുണ്ട്. 10 വർഷത്തിന് ശേഷം പണം അനാവശ്യമാകുമെന്ന് പ്രവചിക്കുന്ന അതേ ഇലോൺ മസ്ക് തന്നെയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിഭവങ്ങൾ കെട്ടിപ്പടുക്കാൻ കോടാനുകോടി ഡോളറുകൾ നിക്ഷേപിക്കുന്നത്. പണം അപ്രത്യക്ഷമായാലും ലോകത്തെ നിയന്ത്രിക്കുന്ന ചില കാര്യങ്ങൾ ബാക്കിയുണ്ടാകും. വൈദ്യുതി, ഡാറ്റാ സെന്ററുകൾ, സെമി കണ്ടക്ടർ ചിപ്പുകൾ, റീചാർജ് ചെയ്യാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ. അതായത് ഭാവിയിൽ കടലാസ് പണത്തിന് മൂല്യമില്ലാതായാലും ഈ ഭൗതിക വിഭവങ്ങൾ കൈവശമുള്ളവർ മാത്രമായിരിക്കും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. സാധാരണക്കാരായ നമ്മളെ ഇത് എങ്ങനെ ബാധിക്കും? മസ്ക് പറയുന്ന ഈ സുവർണ യുഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ജോലികൾക്കും വരുമാനത്തിനും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 10 വർഷത്തിന് ശേഷം പണം അനാവശ്യമാകുന്ന ഒരു സ്വപ്ന ലോകത്തേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ കടന്നു പോകേണ്ട മറ്റൊരു ഘട്ടമുണ്ട്. അതാണ് ട്രാൻസിഷൻ ഫേസ്. ഏറ്റവും അപകടകരവും അനിശ്ചിതത്വവും നിറഞ്ഞതുമായ ഒരു കാലഘട്ടമാണിത്. മസ്ക് ഭാവിയിൽ യൂണിവേഴ്സൽ ഹൈ ഇൻകം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ ചോദ്യം ഇതാണ്: ആ ഘട്ടത്തിൽ എത്തുന്നതുവരെ സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെ ജീവിക്കും? കഴിഞ്ഞ വ്യാവസായിക വിപ്ലവങ്ങൾ യന്ത്രങ്ങൾ വന്നപ്പോൾ മനുഷ്യന് കുറച്ചുകൂടി കാര്യക്ഷമമായ പുതിയ തൊഴിലുകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ വന്നിരിക്കുന്നത് കേവലം ഒരു യന്ത്രമല്ല, മനുഷ്യന്റെ ബുദ്ധിയെയും ശാരീരിക അധ്വാനത്തെയും ഒരേ സമയം മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്ന എംബോഡിഡ് AI ആണ്. അതായത് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ശാരീരിക ജോലി ചെയ്യാനും ഒരേപോലെ ശേഷിയുള്ള റോബോട്ടുകൾ. ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് റോബോട്ടുകൾ വന്ന് ഫാക്ടറിയിലെ
ലോകത്തിലെ കഠിനമായ പണികൾ മാത്രമായിരിക്കും ആദ്യം ചെയ്യുക എന്നതാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. നിർമ്മിത ബുദ്ധി ആദ്യം കൈവച്ചത് വൈറ്റ് കോളർ ജോലികളില്ല. സോഫ്റ്റ്വെയർ കോഡിംഗ്, കസ്റ്റമർ സപ്പോർട്ട്, ഡാറ്റ അനാലിസിസ്, ഗ്രാഫിക് ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ ലക്ഷക്കണക്കിന് തൊഴിലുകളാണ് ഇന്ന് ഭീഷണിയിലായിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന അടുത്ത തരംഗം ബ്ലൂ കോളർ മേഖലയിലാണ്. ടെസ്ലയുടെ ഒപ്റ്റിമസ് റോബോട്ടുകൾ വൻതോതിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ വെയർഹൌസുകൾ, നിർമ്മാണ മേഖലകൾ, റീറ്റെയിൽ ഷോപ്പുകൾ, വീട്ടുജോലികൾ എന്നിവയിൽ മനുഷ്യ അധ്വാനത്തിന്റെ ആവശ്യം കുത്തനെ കുറയും. സർക്കാരുകൾക്കോ നിയമങ്ങൾക്കോ തടയാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിലാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിന് അവരുടെ മാസവരുമാനം പെട്ടെന്ന് നിലച്ചു പോയാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ആഘാതം എത്രത്തോളമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന ഭയം കെ ഷേപ്പ് എക്കണോമിയാണ്. അതായത് സാങ്കേതിക വിദ്യയും റോബോട്ടുകളും സ്വന്തമാക്കിയ കമ്പനികളും കോടീശ്വരന്മാരും കുത്തനെ സമ്പന്നരാകുമ്പോൾ പരമ്പരാഗത ജോലി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാർ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടും. അവിടെയാണ് ഇലോൺ മസ്കിന്റെ പ്രവചനത്തിലെ വലിയ ചോദ്യം ഉയരുന്നത്. എല്ലാ സാധനങ്ങളും വില കുറഞ്ഞ് ധാരാളമായി ലഭിക്കുന്ന ഒരു ലോകം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഈ 5 മുതൽ 10 വരെയുള്ള വർഷങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായാൽ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെ അതിജീവിക്കും? മസ്ക് പറയുന്ന ഈ മാറ്റത്തിന് പിന്നിൽ കേവലം ഒരു ടെക്നോളജി വിപ്ലവം മാത്രമല്ല ഉള്ളത്. ലോകരാഷ്ട്രങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെയും നിയന്ത്രണം കൈക്കലാക്കുന്ന ഒരു വലിയ തന്ത്രമുണ്ട്. ഇലോൺ മസ്ക് നിർമ്മിക്കുന്നത് വെറും ഒരു കൂട്ടം സ്വതന്ത്ര കമ്പനികളല്ല, മറിച്ച് മനുഷ്യന്റെ ഭാവി ജീവിതത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഇന്റഗ്രേറ്റഡ് സാങ്കേതിക ആവാസ വ്യവസ്ഥയാണ്. ഒരു നിമിഷം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ ചിത്രം വ്യക്തമാകും. XAI ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാതൃകകൾക്ക് പരിശീലനം നൽകുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകൾ. ടെസ്ല ആൻഡ് ഒപ്റ്റിമസ് AI ബുദ്ധി ഉപയോഗിച്ച് ഭൗതിക ലോകത്ത് ജോലികൾ ചെയ്യുന്ന ഇലക്ട്രിക് കാറുകളും ഹ്യൂമനോയിഡ് റോബോട്ടുകളും. സ്റ്റാർലിങ്ക് ഭൂമിയിൽ എവിടെയുമുള്ള ഈ റോബോട്ടുകൾക്കും സിസ്റ്റങ്ങൾക്കും തടസ്സമില്ലാതെ അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്ന ഉപഗ്രഹ ശൃംഖല. ന്യൂറാലിങ്ക് മനുഷ്യന്റെ മസ്തിഷ്കത്തെ നേരിട്ട് ഈ ഡിജിറ്റൽ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ്. ഇവിടെയാണ് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം തെളിയുന്നത്. 10 വർഷത്തിനു ശേഷം പണം അനാവശ്യമാകും എന്ന് പറയുന്ന മസ്കിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? പണം എന്ന സങ്കല്പം അപ്രത്യക്ഷമാകുന്ന ഈ ലോകത്ത് യഥാർത്ഥ മൂല്യം ഉണ്ടാകുക 2 കാര്യങ്ങൾക്കായിരിക്കും: ഊർജവും കമ്പ്യൂട്ടിംഗ് പവർ. ഒരു റോബോട്ടിന് പ്രവർത്തിക്കാനും AI സിസ്റ്റങ്ങൾക്ക് ചിന്തിക്കാനും ഡാറ്റാ സെന്ററുകൾക്ക് തടസ്സമില്ലാതെ ഓടാനും ഭീമമായ അളവിൽ വൈദ്യുതി ആവശ്യമാണ്. അതുകൊണ്ടാണ് ടെസ്ല കേവലം ഒരു കാർ കമ്പനി അല്ല, ഒരു എനർജി കമ്പനിയാണെന്ന് മസ്ക് ആവർത്തിച്ച് പറയുന്നത്. മെഗാ പാക്ക് ബാറ്ററികളും സോളാർ നെറ്റ്വർക്കുകളും വഴി ഭാവി ലോകത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ പൂർണ്ണമായി സ്വന്തമാക്കുകയാണ് അയാളുടെ തന്ത്രം. അതായത് ഈ പറഞ്ഞു വരുന്നത് ഭാവിയിൽ ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തിന്റെ അളവല്ല ഒരാളുടെ ശക്തി നിർണ്ണയിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ കൈവശം എത്ര ഗിഗാവാട്ട് ഊർജ്ജവും എത്ര സൂപ്പർ കമ്പ്യൂട്ടറുകളും ഉണ്ടെന്നുള്ളതാണ്. ഇലോൺ മസ്ക് കെട്ടിപ്പടുക്കുന്നത് ഈ പുതിയ ലോകത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ. 10 വർഷത്തിന് ശേഷം പണം അനാവശ്യമാകുമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ പറയുമ്പോൾ ഈ പുതിയ സാമ്രാജ്യത്തിൽ സാധാരണക്കാരായ നമ്മൾ എവിടെ നിൽക്കും? ഇതാണ് ആരും പറയാത്ത യഥാർത്ഥ സത്യം. പണം അപ്രത്യക്ഷമാകുന്ന ഒരു ലോകത്ത് ദാരിദ്ര്യം ഇല്ലാതായേക്കാം, എന്നാൽ അസമത്വം ഇല്ലാതാകില്ല. ഇന്നത്തെ ലോകത്ത് നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ഭൂമിയോ വാഹനമോ മറ്റു സൗകര്യങ്ങളോ വാങ്ങാം. എന്നാൽ പണം എന്ന അളവുകോൽ ഇല്ലാതാകുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിൽ സമ്പത്തിന്റെ യഥാർത്ഥ മാനദണ്ഡം പണമായിരിക്കില്ല, മറിച്ച് ഉടമസ്ഥത ആയിരിക്കും. മസ്ക് പ്രവചിക്കുന്നത് പോലെ സർക്കാരുകളും കമ്പനികളും ചേർന്ന് എല്ലാവർക്കും ആവശ്യത്തിന് സൗജന്യ സേവനങ്ങളും യൂണിവേഴ്സൽ ഹൈ ഇൻകവും നൽകിയേക്കാം. പക്ഷേ ഉൽപാദന ഉപകരണങ്ങളുടെ, റോബോട്ടുകളുടെ, ഡാറ്റ സെന്ററുകളുടെ, ഉപഗ്രഹ ശൃംഖലകളുടെ ഉടമസ്ഥത അപ്പോഴും മസ്കിനെ പോലുള്ള ചുരുക്കം ചില ടെക് ഭീമന്മാരുടെ കയ്യിലായിരിക്കും. അതായത് നമ്മൾ അധ്വാനിച്ച് പണമുണ്ടാക്കേണ്ടതില്ലാത്ത ഒരു ലോകത്ത് നമ്മൾ പൂർണ്ണമായും ഈ സെൻട്രലൈസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഉപഭോക്താക്കളായി മാറും. സ്വാതന്ത്ര്യം എന്നാൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയാണ്. സകല ആവശ്യങ്ങൾക്കും ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ AI സിസ്റ്റത്തെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അദൃശ്യമായ അടിമത്തമാണ് അവിടെ ഒളിച്ചിരിക്കുന്നത്. ഇലോൺ മസ്ക് ഒരു വില്ലനോ അതോ ലോകത്തെ രക്ഷിക്കാൻ വന്ന ഒരു രക്ഷകനോ? ഇത് രണ്ടുമല്ല ഉത്തരം. അയാൾ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു ബിസിനസ് സാങ്കേതിക വിദഗ്ധനാണ്. മനുഷ്യരാശിയുടെ ഭാവി ചൊവ്വയിലും AIയിലുമാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. പണം അപ്രത്യക്ഷമാകുന്ന ആ ഭാവിയെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതില്ല, എന്നാൽ അന്ധമായി വിശ്വസിക്കാനും പാടില്ല. മുന്നോട്ടുള്ള കാലത്ത് സാങ്കേതിക വിദ്യ വളരുമ്പോൾ യന്ത്രങ്ങൾ സ്വന്തമാക്കുന്നവർ മാത്രമല്ല, അതിനെ ചോദ്യം ചെയ്യാനും ജനാധിപത്യപരമായി നിയന്ത്രിക്കാനും ശേഷിയുള്ള ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഇലോൺ മസ്ക് നിർമ്മിക്കുന്ന ഈ ഭാവി ലോകത്തിൽ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ